ഹായ്. പിന്നെ ഇതേ മേളിലൊരു കമന്റ് കിടക്കുന്നുണ്ട്. ആ കമന്റ് ഇട്ട ആളോടാണ് ഞാൻ പറയുന്നത്, എന്റെ ശാപം നിന്റെ 10 തലമുറ അനുഭവിക്കും. കാരണം ഈ ശാപം നിന്നെ വിട്ടു പോകൂല. ഇന്നലെ നീ ഇത് പറഞ്ഞപ്പം എന്റെ കണ്ണീരല്ല പോയത്, ചോരയാണ് പോയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സൈബർ സെല്ലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൈബറുകാര് എങ്ങനെയാണല്ലോ ഒരു മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇവിടെ പറ്റുന്നത്? എന്താ പറഞ്ഞത്? ഈ കൊച്ചു ചാവാറായില്ല എന്നുള്ളത്. എടാ തന്തക്ക് പറക്കാത്ത കൈവേറിയ പെറ്റുപേച്ചവനെ ഇജ്ജ് നോക്കിക്കോ. ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ 10 തലമുറയ്ക്ക് എന്റെ ശാപം ഉണ്ടാവും എന്നുള്ളത്. എടാ ഇജ്ജ് നോക്കിക്കോ, ഇജ്ജ് നീ എത്ര തന്നെ ജീവിതത്തിൽ നന്നാൻ വേണ്ടി ശ്രമിച്ചാലുണ്ടല്ലോ, ഈ അമ്മ മനസ്സ് തട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ശാപം ഉണ്ടല്ലടാ കൈവേറിയ അനക്ക അവിടെ തൊട്ട്. ഇജ്ജ് നോക്കിക്കോ, നിന്റെയൊക്കെ ജീവിതം നരക ജീവിതമായിരിക്കും, ഉറപ്പാണ്. നിന്റെയൊക്കെ ജീവിതം നരക ജീവിതം ജീവിച്ചിട്ടാടാ ചെക്ക മടങ്ങുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു കുട്ടിക്കെതിരെ കണ്ടാണ് ആ ഒരു നാരെ എങ്ങനെ പറഞ്ഞത് ഇത് ചാവാറായില്ല എന്നുള്ളത്. എടാ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മക്കളാണ് ഇവരെ പോലെയുള്ള മക്കളെ. ആ ഒരു മക്കളെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഇവിടെ കമന്റ് ഇട്ടത് എന്നുണ്ടെങ്കിൽ ഈ അമ്മനോട് ഇവിടെ പറയുന്നത്, അമ്മേ നിങ്ങൾ സൈബർ സെല്ലിൽ വെക്കണം, നിങ്ങൾ കേസ് ഇവിടെ കൊടുക്കണമല്ലോ. അപ്പൊ ഇന്നലെ നാളെ ആ ഒരു പുന്നാരമോനെ എന്തായാലും ഇവിടെ പിടിക്കും. ആ പുന്നാരമോൻ ആരാണെന്നുള്ള കാര്യം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുത്തേ. കാരണം ഞങ്ങൾക്കൊന്ന് ഇവിടെ കാണണം. ഞാൻ അങ്ങനെ ആലോചിക്കണം, ഈ കുട്ടി എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? ദൈവം എല്ലാവരും ഒരേ മാതിരി ഇവിടെ സൃഷ്ടിക്കൂലല്ലോ. എല്ലാ മനുഷ്യർക്കും ഓരോ കുറവുകളുണ്ടാവും. പക്ഷെ ഞാൻ ഈ കുട്ടിയിൽ ഒരു കുറവും ഇവിടെ കാണില്ല. കാരണം നമ്മളെക്കാളൊക്കെ ഏറ്റവും നല്ല കുട്ടികളെ നല്ല മനുഷ്യന്മാരെ ഇവരെ പോലെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെ പോലെയുള്ള ആൾക്കാരെ പറ്റി കണക്ക് അവനെ പോലെയുള്ള നാറികൾക്ക് പറയാൻ എന്ത് അവകാശമുള്ളത്? ഓനൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? എന്തിനാണ് അവനെ പോലെയുള്ള നാറികളൊക്കെ ഈ ലോകത്തോടെ ജീവിച്ചിരിക്കുന്നത്? വെറുതെ സ്ഥലം മനക്കെടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ കുട്ടീനെ കണ്ടിട്ട് ഈ കുട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഏതാണ് അവനക്ക് അവിടെ കൈ ഉറച്ചിക്കണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സൊക്കെ എന്ത് മനസ്സാണ്? ഈ കമന്റ് ഇട്ടാണ് ആരോടാണ് പറയണത്, നിന്റെ ജീവിതം വെച്ച് നോക്കിക്കോ, നേരത്തെ തുല്യ ജീവിതം നീ ഇവിടെ ജീവിക്കേണ്ടി വരും. കാരണം ഈ കുട്ടിയുടെ അമ്മയാണ് നിന്നെ ഇവിടെ ശപിച്ചിട്ടുള്ളത്. ആ ശാപം നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല. ഇജേ മണ്ണിന്റെ അടിക്ക് പോണത് വരെ.